പ്രസ് മീറ്റിൽ പിണറായി പറഞ്ഞതാ, അത് എന്തൊക്കെ പറഞ്ഞാലും തരാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങളെ കണ്ണീർ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രം ഈ പൈസ അനുവദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ജനങ്ങളെല്ലാവരും എന്ത് വിചാരിക്കും, ആ പൈസ അനുവദിച്ച് അവർക്ക് വീടായി കാണുമല്ലോ. എൻ്റെ പപ്പ ഒരു ആശാരി പണിക്കാരനായിരുന്നു. ഇതൊക്കെ എൻ്റെ പപ്പ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പപ്പ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിലിട്ട് കള്ളത്തടി മോഷ്ടിച്ച് പണിയാണ് എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ പരാതി കൊടുത്തു എൻ്റെ പപ്പയുടെ പേരിൽ. അപ്പം എൻ്റെ പപ്പയുടെ അടുത്ത് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം പറഞ്ഞത് ആ സ്ത്രീയുടെ മുന്നിൽ ആരും ജയിക്കൂല. കാരണം എന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ ഇടപാടെന്ന് വെച്ചാൽ പോലീസുകാർക്ക് പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ചു കൊടുക്കണം, അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ പപ്പ ഈ സ്ഥലത്തിനെതിരെ വിവരാവകാശം എടുത്ത് നോക്കിയപ്പം വിമല കമലാശി സുകുമാരൻ നായർ എന്ന് പറഞ്ഞൊരു പേരിലായിരുന്നു. ഇതിനെതിരെ എൻ്റെ പപ്പ കളക്ടർക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിൽ എല്ലായിടവും പരാതി കൊടുത്തു. ആരും നടപടിയെടുത്തില്ല. അങ്ങനെ എന്ത് ചെയ്ത് എൻ്റെ ഒപ്പം മുകളിലത്തെ ആ വീട്ടിൽ നിന്ന് നേരെ എന്നെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് താമസമായി. നീതി നടപ്പാക്കണമല്ലോ, നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഉള്ളതാണ് എന്നുള്ള നടപ്പാക്കണമെന്നുള്ള രീതിയിൽ ഇവിടെ വന്നു. വിവരാവകാശമില്ല പേപ്പറും വെച്ചുകൊണ്ട് ഇവിടെ വന്ന സമയത്ത് വസന്ത വീണ്ടും കോടതിയിൽ കേസ് കൊടുത്തു. അതായത് ഈ സ്ഥലം വസന്തയുടേതാണെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. കേസ് കൊടുത്ത സമയം എൻ്റെ ഒപ്പേരയിൽ വിവരാവകാശമുണ്ട്, അവരതല്ലെന്ന് തെളിയിക്കാനുള്ള. കോളനിക്ക് ഒരു നിയമമുണ്ട്. കോടതിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒരു കോളനി സ്ഥലം 4 സെൻറ്റ് അനുവദിക്കുള്ളൂ. ഹരിജൻ കോളനിയാണ്, അതായത് ഒരാൾക്ക് 4 സെൻറ്റ് മാത്രമേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ. എൻ്റെ പപ്പ ഇതിന് വേണ്ടിയിട്ടാണ് വാദിച്ചത്. ഈ നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണം, നിയമത്തിന് വേണ്ടി പോരാടി മരിച്ച ആളാണ് എൻ്റെ പപ്പയെന്ന് പറഞ്ഞത്. അപ്പം ഈ കോടതിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, 4 സെൻറ്റ് കോളനിയെ ഒരാൾക്ക് കൈവശം വയ്ക്കാവും. അപ്പോൾ ഈ 8 സെൻറ്റ് കോളനിയിൽ എങ്ങനെ വീടിരിക്കുന്നു? ഇത് കൊടുത്തതാര്? ഈ അധികാരികളാര്? വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് ഓഫീസർ, ഇവരെയൊക്കെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല? എല്ലാം പൊളിച്ചു മാറ്റണം, കല്ലറയും പൊളിച്ചു മാറ്റണം, പഴയ പോലെ സ്ഥലമാക്കി കൊടുക്കണമെന്നുള്ള രീതിയിലാണ് വന്നത്. ഞാൻ പൊളിച്ചു മാറ്റി കൊടുക്കാനായിരുന്നു പോയത്. പേരിലുള്ള വസ്തുവായിട്ടാണ് ആരുടെ നോട്ടീസായിട്ടാണ് വന്നത്? വസന്തയുടെ കീഴിലുള്ള എന്ന് പറഞ്ഞാണ് വന്നത്. വസന്തയുടെ പറഞ്ഞാണോ? ആ, വസന്തയുടെ എന്നും പറഞ്ഞാണ് വന്നത്. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് 4 സെൻറ്റ് കോളനി, അപ്പുറത്ത് 8 സെൻറ്റ് കോളനി, 8 ഉം 4 ഉം 12 സെൻറ്റ് കോളനി ഒരാളിൻ്റെ പേരിൽ എങ്ങനെ വന്നു? പാവപ്പെട്ടവർക്ക് താമസിക്കേണ്ട 4 സെൻറ്റ് കോളനിയെ അനുവദിക്കുള്ളൂ. 12 സെൻറ്റ് കോളനി എങ്ങനെ ഒരാളിൻ്റെ പേരിൽ വന്നു? അതിനെന്ത് വെച്ചിരിക്കുന്നത് 8 സെൻറ്റ് കോളനിയിലാണ്. ഇതെങ്ങനെ അനുവദിച്ച്? അങ്ങനെ ഇരിക്കെ കോടതിയിൽ 14 പ്രാവശ്യം കേസ് വിളിച്ച്. എൻ്റെ പപ്പ ഒരു പാർട്ടി വക്കീലിനെയാണ് വെച്ചിരുന്നത്. കേസ് വിളിച്ചിട്ട് ഈ വക്കീൽ ഞങ്ങൾ അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരാളുടെ ഭാഗം വിധിയായിട്ട്, എക്സ്പോർട്ട് വിധിയായിട്ട് ഇവിടെ വന്നു. കോടതിയിൽ നിന്ന് ഇറക്കി വിടാൻ വന്ന സമയത്ത് എൻ്റെ പപ്പ ഹൈക്കോടതിയിൽ സ്റ്റേ കൊടുത്തു. ആ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു അരമണിക്കൂർ സമയം തരുമോ, സ്റ്റേ ഓർഡർ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹൈക്കോടതി എന്ന് വെച്ചാൽ ചെറിയ കോടതിയാണ്. മുകളിലുള്ള ജില്ലാ കോടതി എന്ന് വെച്ചാൽ, നെയ്യാറ്റിൻകര കോടതി എന്ന് വെച്ചാൽ ചെറിയ കോടതിയാണ്. ഹൈക്കോടതി എന്ന് വെച്ചാൽ വലിയ കോടതിയാണ്. വലിയ കോടതിയുടെ വിധിയെ പോലും ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങി തരണമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരെ ശാഠ്യം പിടിച്ച സമയത്ത് എൻ്റെ പപ്പ ലൈറ്റർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പോഴും വീഡിയോയിൽ എല്ലാവരും കണ്ടതാണ്, ആ പോലീസുകാരൻ തട്ടിയപ്പോഴാണ് എൻ്റെ പപ്പയും അമ്മയും മരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലം, ഭൂമി എന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്കുള്ളതാണ്. ജനങ്ങൾ ഒരാളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പാവങ്ങളെ സംരക്ഷിക്കാനും അവരെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോഴും ആ സമയത്ത് സർക്കാർ 10 ലക്ഷം രൂപ അനുവദിച്ച് വീട് വയ്ക്കാനെന്ന് പറഞ്ഞ്. ഞാൻ പഞ്ചായത്തിൽ പോയി ഇതേപോലെ വീട് വയ്ക്കാൻ പൈസ അനുവദിച്ചല്ല വീട് വെച്ച് തരുമെന്ന് കേട്ടോ. അപ്പോൾ പറഞ്ഞ് സ്ഥലത്തിൻ്റെ കേസ് കിടക്കണം, തരൂല. ഞാൻ പറഞ്ഞു, അപ്പോഴന്ന് പ്രസ് മീറ്റിൽ പിണറായി പറഞ്ഞതാ, അത് എന്തൊക്കെ പറഞ്ഞാലും തരാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങളെ കണ്ണീർ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രം ഈ പൈസ അനുവദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ജനങ്ങളെല്ലാവരും എന്ത് വിചാരിക്കും, ആ പൈസ അനുവദിച്ച് അവർക്ക് വീടായി കാണുമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഫിലോക്കാലി എന്ന് പറഞ്ഞൊരു സംഘടന വീട് വെച്ചത്. ഇപ്പോൾ ഈ സ്ഥലം അവരതെന്നും പറഞ്ഞ് കോടതി വിധി വന്നു, ഈ സ്ഥലം പൊളിച്ച് മാറ്റിക്കൊടുക്കണം, കല്ലറയും പൊളിച്ച് മാറ്റിക്കൊടുക്കണം. ഈ പോങ്കൽ വസേണ്ട സ്ഥലമാണെന്ന് കോടതി വിധി വന്നു അല്ലേ?